ഹലോ, ഏവർക്കും നമസ്കാരം. തോറിയം തോറിയത്തെ കുറിച്ച് സംസാരിക്കുന്നു. 3 ഭാഗങ്ങളായി. ആദ്യ ഭാഗത്ത് തോറിയത്തിന്റെ ബേസിക് സയൻസ് എന്ന് പറയുന്നു. പിന്നീട് തോറിയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. പിന്നീട് അതിന്റെ ഉപയോഗത്തിന്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച് മൂന്നാമത്തെ ഭാഗമായി സംസാരിക്കാമെന്ന് കരുതുന്നു. ഇപ്പോഴിത് പ്രാധാന്യം നേടിയതെക്കുറിച്ച് ഒരു സെന്റൻസ് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാധാന്യത്തെക്കുറിച്ച് രണ്ടാമത്തെ വീഡിയോയിൽ കൂടുതൽ പറയുമെങ്കിൽ ഇതിന്റെ ഇപ്പോഴത്തെ പ്രാധാന്യം തോറിയത്തെ ഉപയോഗിച്ച് ഊർജോൽപാദനം സാധ്യമാകും എന്ന് കണ്ടെത്തി എന്നല്ല പറയേണ്ടുന്നത്, ഏതാണ്ട് അത് വികസിപ്പിച്ചെടുത്ത ഒരു ഘട്ടത്തിലാണ് ലോകത്ത് പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെ. അടുത്ത പ്രാധാന്യം നമ്മുടെ കേരള തീരത്ത് ചെറിയ തോതിലെങ്കിലും ഇതിന്റെ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ്. അപൂർവ ധാതുക്കൾ എന്ന് വിളിക്കുന്ന ചില ധാതുക്കളുണ്ട്. അവയിൽ ചിലതിലൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്? ഈ തോറിയം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റെയർ എർത്ത് എലമെന്റ് എന്ന് പറയാവുന്ന ഒരു എലമെന്റ് തന്നെയാണ് തോറിയം. അതിന്റെ നിക്ഷേപം ചെറിയ നിലയിൽ നമ്മുടെ തീരത്ത്, അതായത് ചവറ നീണ്ടകര മുതൽ തോട്ടപ്പള്ളി വരെ നീളുന്ന തെക്കൻ ഭാഗത്തെ തീരപ്രദേശങ്ങളിൽ ഇതിന്റെ നിക്ഷേപം ചെറിയ തോതിലെങ്കിലും ഉണ്ട്. ഇത് രണ്ടുമാണ് പ്രാധാന്യം. ഇനി അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്, അത് പിന്നീടാകാം. ഇനി നമുക്ക് ഇതിന്റെ ബേസിക് സയൻസിലേക്ക് വരാം. ഇതൊരു മൂലകമാണെന്ന് പറഞ്ഞു. പ്രകൃതിയില് ആകെയുള്ള മൂലകങ്ങളുടെ എണ്ണം 92. ഈ 92 മൂലകങ്ങളിലെ 90ാമത്തെ മൂലകമാണ് തോറിയം എന്ന് പറയുന്നത്. അറ്റോമിക നമ്പർ 90 എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അതിലെ അറ്റോമിക കേന്ദ്രത്തിലെ പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയും. മാസ് നമ്പർ, അറ്റോമിക ഭാരം എന്നൊക്കെ പറയാം. അത് തമ്മിൽ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അതിലേക്ക് കിടക്കണ്ട. അത് 232. അതിന്റെ ഡെസിമലൊക്കെ തൽക്കാലത്തേക്ക് മാറുന്നുള്ളൂ. അപ്പൊ അത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടി എണ്ണം ആണ് എന്ന് പറയാം. ഇത് അറ്റോമിക കേന്ദ്രത്തില്. ഇതൊക്കെ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇതാണ് ഇതേക്കുറിച്ച് വളരെ ലഘുവായി ഒന്ന് പറയാനുള്ളത്. പിന്നീട് എന്താണെന്ന് വെച്ചാല്, നമുക്ക് ഇതിനെ ആണവോർജത്തിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആദ്യ ആണവോർജത്തിന് ഉപയോഗിച്ചത് തോറിയം അല്ലല്ലോ. ആദ്യ ആണവോർജ ഉൽപാദനത്തിനായാലും ആയുധ നിർമ്മാണത്തിനായാലും ഉപയോഗിച്ചത് യുറേനിയമാണ്. അപ്പോൾ യുറേനിയത്തെ കുറിച്ച് ഒന്നൊരല്പം മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. യുറേനിയം എന്ന് പറയുന്നത് 92ാമത്തെ മൂലകമാണ്. അതായത് പ്രകൃതിയിൽ കാണുന്ന അവസാനത്തെ മൂലകം എന്ന ആ നിലയിൽ പറയാം. പ്രോട്ടോണുകളുടെ എണ്ണം 92. പക്ഷെ അതിന് ഐസോട്ടോപ്പുകൾ എന്ന് വിളിക്കുന്ന വകഭേദങ്ങൾ പ്രകൃതിയിലുണ്ട്. 238ഉം 235ഉമാണ്. 234 വളരെ നേരിയ അളവിൽ. 235ന്റെ ശതമാനം എന്ന് പറയുന്നത് തന്നെ 0.7% ഉള്ളൂ. അപ്പോൾ 99.3% ഇത് തന്നെയാണ് 238ആണ്. ഒരല്പക്കുറവുണ്ടാവും 99.3 എന്നുള്ളതിന്. വളരെ നേരിയ കുറവ് അവിടെ 234 എന്ന് വിളിക്കുന്ന ഒരെണ്ണം കൂടിയുണ്ട്. അതും പ്രകൃതിയിലുണ്ട്. അത് പക്ഷെ വളരെ വളരെ നേരിയ അളവിലാണ്. നമുക്ക് പ്രാധാന്യം അതിനല്ല ഉള്ളത്. പ്രാധാന്യം ഉള്ളത് ഇത് രണ്ടിനുമാണ്. ഇതിൽ തന്നെ ഇതിന് ചില വ്യത്യാസങ്ങളുണ്ട്. രാസപരമായി നോക്കിയാൽ ഇതിന്റെ ഒരുപോലെയാണ് ഇത് രണ്ടും. അതുകൊണ്ട് പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ വേർതിരിക്കുക സാധ്യമല്ല. പക്ഷെ അതിന്റെ കോശകേന്ദ്രം അല്ലെങ്കിൽ അറ്റോമിക കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസമുണ്ടാവും. പിന്നീട് അതിന്റെ ഭാരത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചില ഭൗതിക സ്വഭാവങ്ങൾക്കും വളരെ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത്രയും നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കുക. ഇനി ഇതിലെ 2 ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ഒരെണ്ണം മാത്രമേ നമുക്ക് ഉപകാരപ്രദമാകും എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ. അതായത് അണവോർജ ഉൽപാദനത്തിനും അണുവായുധ നിർമ്മാണത്തിനും ഒരെണ്ണമേ ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ പേര് 235 എന്നാണ്. അതാണ് കാരണം അതിനെ വിഘടിപ്പിച്ചാൽ അതിൽ നിന്ന് ഊർജവും ചെറിയ മറ്റ് ന്യൂക്ലിയസുകളും ഉണ്ടായി വരും. അപ്പൊ ഇതിന്റെ അളവ് വർദ്ധിപ്പിച്ചെടുക്കണം. വളരെ നേരിയ അളവിലല്ലേ ഉള്ളൂ. അതിനെയാണ് എൻറിച്ച്മെന്റ് എന്ന് പറയും. എൻറിച്ച്ഡ് യുറേനിയം എന്നൊക്കെ നമ്മൾ എപ്പോഴൊക്കെ കാണുന്നതാണ്. ഇതിന്റെ തോത് വർദ്ധിപ്പിച്ച് 3.5% വരെ എത്തണം. അത് ടെക്നോളജിയാണ്. അത് ഇത്തിരി പ്രയാസകരമാണ്. എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറയുന്ന കാര്യമല്ല. കാരണം ഒരു രാസപ്രവർത്തനം മൂലം വേർതിരിക്കാനാണെങ്കിൽ കുറെ കൂടി എളുപ്പമായിരുന്നു. ഇത് രാസപ്രവർത്തനം മൂലമല്ല വേർതിരിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇത് കുറച്ച് പ്രയാസമേറിയ ക്രോമറ്റോഗ്രഫി എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ തെർമൽ ക്രോമറ്റോഗ്രഫി എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം പ്രോസസ് ഉണ്ട്. ആ ടെക്നോളജി, എക്സാക്ട് ആയിട്ടുള്ള ടെക്നോളജി ആരും അങ്ങനെ പുറത്തു വിടാറുമില്ല. പക്ഷെ പലരും അത് ആർജിച്ചെടുത്തിട്ടുണ്ട്. പല രാജ്യങ്ങളും ആർജിച്ചെടുത്തിട്ടുണ്ട് എന്നത് വസ്തുതയാണ്.
ആയിക്കോട്ടെ 233 മുതൽ 5% വരെ എത്തിയാൽ നമുക്ക് ആണവ റിയാക്ടറുകളിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കാം. പക്ഷെ ആയുധം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ, അണവായുധങ്ങളായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അത് പോരാ. 20% എത്തിയാൽ സ്ഫോടനത്തിന് ഉപയോഗിക്കാം. ഒരു ആയുധമാക്കണമെങ്കിൽ ഏതാണ്ട് 90% അടുത്തെങ്കിലും ഇതിന്റെ 235ന്റെ അളവ് വർദ്ധിപ്പിച്ചാലേ നമുക്ക് അതിനെ ഒരു ആയുധമാക്കി മാറ്റാൻ കഴിയുള്ളൂ. ഇനി എന്താണിത് ഈ റിയാക്ടർ ആണെങ്കിലും ആയുധമാണെങ്കിലും സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ വലിയ ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കുകയാണ്. ഒരു ന്യൂട്രോൺ അതിൽ തട്ടുമ്പോഴാണ് ഈ വിഘടനം സംഭവിക്കുന്നത്. വിഘടിച്ചാൽ 2 ചെറിയ ആറ്റങ്ങൾ ഉണ്ടാവും. ബേരിയം ക്രിപ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് തന്നെയല്ല, വേറെ രീതിയിലും അത് സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ വലിയൊരു കല്ല് അടിച്ചു പൊട്ടിക്കുമ്പോൾ ഒരേ വലിപ്പമുള്ള പല കല്ലുകൾ വെച്ചിട്ട് അത് അടിച്ചു പൊട്ടിക്കുന്നു എന്ന് കരുതുക. എല്ലായ്പ്പോഴും കിട്ടുന്ന കഷണങ്ങൾ ഒരേ വലിപ്പത്തിലുള്ളതാവില്ലല്ലോ. കൂട്ടത്തിൽ 2 കഷണങ്ങൾ കിട്ടും. കൂട്ടത്തിൽ 2 വലിയ, പിന്നെ ചെറിയ പീസസും ഉണ്ടാകാം. അത് ന്യൂട്രോണുകളായിരിക്കും. ആ ന്യൂട്രോണുകൾ വീണ്ടും വീണ്ടും ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതോടൊപ്പം എന്തുകൂടി വരും? കുറച്ച് മാസ് നഷ്ടപ്പെടുന്നതായിട്ട് കാണാം. അതായത് അതിന്റെ മൊത്തം ഭാരം, ഇത് തുടങ്ങുന്നതിന് മുമ്പുള്ള ഭാരത്തിന്റെ അത്രയും ഭാരം ഉണ്ടാവില്ല. ബാക്കി കിട്ടുന്ന കണങ്ങളെല്ലാം കൂടെ ചേർത്താൽ അത് ഊർജമായി പരിവർത്തിക്കപ്പെടും. അത് ഊർജം നമുക്ക് എന്ത് ചെയ്യും? ചൂട് പുറത്തേക്ക് വരും. ആ ചൂട് ഉപയോഗിച്ച് പല വസ്തുക്കളെ ചൂടാക്കി തിളപ്പിച്ച് ഹെവി വാട്ടറോ മറ്റ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഒക്കെ ഉപയോഗിക്കും പല രീതിയിലുള്ള റിയാക്ടറിൽ. എന്നിട്ട് ആ ചൂട് ഉപയോഗിച്ച് ടർബൈൻസ് പ്രവർത്തിച്ചാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് അതിന്റെ രീതി. അതാണ് റിയാക്ടറിൽ. മറ്റേ ബോംബിലാവുമ്പം ഈ റിയാക്ഷൻസ് ഒന്നിനു പുറകെ ഒന്നായിട്ട് നടന്ന് വൻ സ്ഫോടനമായിട്ട് നിയന്ത്രണാതീതമായി നടക്കുമ്പോഴാണ് അത് ആണവ സ്ഫോടനമാകുന്നത്. ആയിക്കോട്ടെ, ഇതാണ് യുറേനിയം. പ്ലൂട്ടോണിയം ഇതിനായിട്ട് ഉപയോഗിക്കും. പ്ലൂട്ടോണിയം പക്ഷേ പ്രകൃതിയിലുള്ള മൂലകമല്ല. നമ്മള് പ്ലൂട്ടോണിയം മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ചതാണ്. ഈ യുറേനിയത്തിന്റെ കൂടുതലുള്ള വകഭേദം പറഞ്ഞല്ലോ, 238. അതിനെയാണ് പ്ലൂട്ടോണിയമായിട്ട് രൂപാന്തരപ്പെടുത്തി എടുത്തിട്ടാണ് ആ പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്നത്. അപ്പൊ പ്ലൂട്ടോണിയത്തിന്റെ ഉപയോഗത്തിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. നമുക്ക് തോറിയത്തിലേക്ക് വരാം. ഈ തോറിയം അപ്പടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ആണവോർജ ഉൽപാദനത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനെ എന്ത് ചെയ്യും? അതിനെ യുറേനിയത്തിന്റെ തന്നെ പ്രകൃതിയിൽ ഇല്ലാത്ത ഒരു വകഭേദമായി മാറ്റിയെടുക്കും. യുറേനിയത്തിന് 238 ഉണ്ടെന്ന് പറഞ്ഞു, 235 ഉണ്ടെന്ന് പറഞ്ഞു, 234 ഉണ്ട്. 233 എന്ന് വിളിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോ ഈ തോറിയത്തിലേക്ക്, അതിന്റെ അണുകേന്ദ്രത്തിലേക്ക് ന്യൂട്രോണിനെ അയച്ചാൽ ഈ ന്യൂട്രോണിന്റെ വേഗതയൊക്കെ പ്രശ്നമാണ്. വളരെ വേഗതയുള്ളതാണെങ്കിൽ അതിലൂടെ കടന്നങ്ങ് പോകും. പക്ഷെ അവിടെ ഒരു എത്താൻ കുറച്ച് ഒരു ചെറിയ വേഗത വേണം. ന്യൂട്രോൺ ആയതുകൊണ്ട് വലിയ വേഗത വേണ്ട. അങ്ങനെ ഒരു ഗുണമുണ്ട് ന്യൂട്രോൺ. എന്തായാലും ന്യൂട്രോണിനെ ഇത് അബ്സോർബ് ചെയ്യണം. ഇത് അബ്സോർബ് ചെയ്തിട്ട് അത് വേറൊരു മൂലകമായിട്ട് മാറും, ആക്ടീനിയമായിട്ട് മാറും. തോറിയത്തിന്റെ തന്നെ 233 ആയിട്ട് മാറും. അതിൽ നിന്ന് അത് ബീറ്റാ റേ എമിഷൻ എന്ന് പറയും. റേഡിയോ ആക്ടിവിറ്റിയാണ്, പെട്ടെന്ന് നടക്കുന്നതാണ്. 22 മിനിറ്റ് കൊണ്ട്, ഹാഫ് ലൈഫ് 22 മിനിറ്റ് എന്ന് വെച്ചാൽ പകുതി 22 മിനിറ്റ് കൊണ്ട് പോയിട്ടുണ്ടാവും. അത് അടുത്ത മൂലകമാകുന്നു. വീണ്ടും ഒരു ബീറ്റാ റേ കൂടെ പോയിട്ട് അത് എന്തായിട്ട് മാറും. 27 ദിവസമാണ് അതിന്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ഈ സാധനമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ സാധനം അവിടെ നിൽക്കില്ല. എന്ത് ചെയ്യാം? അത് നമ്മളിത് പ്രോസസ്സ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ന്യൂട്രോൺ ഉണ്ടെങ്കിൽ വീണ്ടും ന്യൂട്രോണിനെ അബ്സോർബ് ചെയ്ത് അത് വേറെ ആയിട്ട് മാറും. വളരെ വേഗം ഫിഷൻ റാദർ ദാൻ അബ്സോർപ്ഷൻ നടക്കാനായിട്ട് പോകാം. അത് ന്യൂക്ലിയർ ഫിഷൻ നടത്തിയാൽ എന്ത് ചെയ്യാം? ഇതിനെ 2 ചെറിയ ആറ്റങ്ങളായിട്ട് മാറി എനർജി പുറത്തേക്ക് വരാം. അപ്പൊ ഇത് 2 സാധ്യത അവിടെയുണ്ട്. അപ്പൊ ഇതിൽ ഏത് നടക്കുന്നു എന്നൊക്കെ ഉള്ളത് പ്രശ്നമാണ്. ഈ കൺവേർഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഇക്വേഷൻ പോലെ ഇവിടെ പെട്ടെന്ന് കാണിച്ചു. പക്ഷെ അത് അങ്ങനെയല്ല. ഇത് നടക്കണമെങ്കിൽ ഇതിന് ന്യൂട്രോണുകൾ വേണം, ന്യൂട്രോണിന്റെ സോഴ്സ് വേണം. അതെവിടെയാണ്? സാധാരണ നിലയിൽ ചെയ്യുന്നത് ഒരു ആണവ റിയാക്ടറിൽ തന്നെ ഇത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആണവ റിയാക്ടറിൽ ഈ തോറിയം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആണ് ചെയ്യുന്നത്. തോറിയം എങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് കൊടുക്കും എന്നുള്ളത് ഒരു കാര്യമാണ്. ഇനി അത് കൺവേർഷൻ നടന്ന് അതിനെ നമുക്ക് യുറേനിയമായിട്ട് തന്നെ കിട്ടണം. ആ യുറേനിയം 233 ആയിട്ട് കിട്ടണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും അതിന്റെ ടെക്നോളജി കുറച്ച് പ്രയാസപ്പെട്ട കാര്യമാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? അവിടുന്ന് ഇൻസിറ്റു ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്.
ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് എന്താണെന്ന് വെച്ചാല് ഇത് ഇത് ആ റിയാക്ടർ അങ്ങനെ ഡിസൈൻ ചെയ്യുക. യുറേനിയത്തിൽ തുടങ്ങുന്നു, എന്നിട്ട് എന്തായിട്ട് മാറുന്നു, അവിടെ വെച്ച് യുറേനിയം 235 തുടങ്ങുന്നു, അവിടെ ഉള്ള തോറിയത്തെ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഈ റിയാക്ഷൻ നടക്കുമ്പോൾ തന്നെ അത് 233 ആവുന്നു, 233 അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നതിനെ അവിടെ ഉപയോഗിച്ച് അങ്ങനെ പോകുന്ന ആ നിലയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. വേറൊരു രീതി എന്ന് വെച്ചാല് ഇത് ഈ തോറിയത്തെ വലിയ റോഡുകളാക്കി ഈ റിയാക്ടറിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുകയോ എടുക്കാൻ കഴിയുന്ന റോഡുകൾ, അതല്ലെങ്കിൽ തന്നെ അത്തരം റോഡുകൾ റിയാക്ടറിന്റെ ഉള്ളിലേക്ക് ഇറക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യണം, കാരണം അത് അവിടുത്തെ റിയാക്ഷൻ നിയന്ത്രിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു നിശ്ചിത സമയത്തിന് ശേഷം ഈ റോഡുകൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിലെ തോറിയം കുറെ അധികം എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, യുറേനിയം 233 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ തോറിയത്തിൽ നിന്ന് 233 യുറേനിയം വേർതിരിച്ചെടുക്കുക കുറെ കൂടി എളുപ്പമാണ്. രാസ വ്യത്യാസം ഉള്ളതുകൊണ്ട് രാസപരമായി കുറച്ച് വ്യത്യാസങ്ങൾ അതിനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് വേർതിരിച്ചെടുക്കാം, പിന്നീട് അത് അടുത്ത സ്റ്റേജിൽ ഉപയോഗിക്കാം. അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്, 233 ഒറ്റയ്ക്കല്ല ഉപയോഗിക്കുക, തുടങ്ങാൻ ഒരു അല്പം 235 കൂടി ചേർത്തിട്ടൊക്കെ ആണ് അത് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം അതിനും മറ്റു പല കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ എന്താണ് അച്ചീവ് ചെയ്തിരിക്കുന്നത് വെച്ചാല് ഈ തോറിയത്തെ ഈ കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമം പണ്ട് മുതലേ തുടങ്ങിയിരുന്നത് എന്ത് ചെയ്തിരിക്കുന്നു, വിജയകരമായി ഏതാണ്ട് കൊമേഴ്സ്യലായി വിജയകരമായി കൺവേർട്ട് ചെയ്യുന്ന നിലയിലേക്ക് ഇന്ത്യക്ക് അതിന്റെ ത്രഷോൾഡിലെത്തി, ചൈന എത്തി, തീർച്ചയായും മറ്റ് ആണവ രാജ്യങ്ങളായ അമേരിക്കയും ഒക്കെ റഷ്യയും ഒക്കെ അതിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകുമെന്ന് കരുതുന്നു. നമ്മളിവിടെ നമ്മുടെ കൽപ്പാക്കത്താണ് ഇതിന്റെ റിയാക്ടർ ഉള്ളത്. അത് നമുക്ക് കൽപ്പാക്കത്തെ റിയാക്ടറിന്റെ സവിശേഷതകളെ കുറിച്ച് അല്പമൊക്കെ പറയുന്നത് അടുത്ത ഇതിലേക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും തോറിയം അപ്പടിയല്ല ഉപയോഗിക്കുന്നത്, അതിനെ നമ്മൾ വേറൊന്നായിട്ട് മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേക്കുറിച്ച് നമുക്ക് ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുറെ കൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്ന് കരുതുന്നു. ബൈ.